പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ലൈവ് ആയിട്ടൊരു ട്രേഡ് എടുക്കുകയാണ്. 15 ജനുവരി 2025 കോൾ സെയിലായിട്ടാണ് എൻട്രി എടുത്തിരിക്കുന്നത്. ഇത് റേഞ്ച് ബ്രേക്ക്ഔട്ട് ട്രാപ്പ് എൻട്രിയാണ്. ഓക്കെ, റേഞ്ച് ബ്രേക്ക്ഔട്ട് ട്രാപ്പ് എൻട്രിയില് ഞാൻ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തു. എൻട്രി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എന്റെ പൊസിഷൻ. ബാങ്ക് നിഫ്റ്റി 48,500 60 ക്വാണ്ടിറ്റി 783.85 ബൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇൻട്രാഡേ ആണ് ബൈ ചെയ്തിരിക്കുന്നത്. നോക്കാം ഇനി ലോജിക്കിലോട്ട് വരാം. എന്തുകൊണ്ട് ഇതേപോലെ ഏരിയയിൽ എന്തുകൊണ്ട് ഒരു ഓപ്ഷൻ ബയർ ഡെയിലി ട്രേഡ് ചെയ്യാൻ പാടില്ല? ഡെയിലി ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തോക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഞാൻ ഇവിടെ എൻട്രി എടുക്കാനുള്ള ഇന്നത്തെ റീസൺ വോളിയം കൂടിയാണ്. ഓക്കെ, വോളിയം നോക്കാം. മാർക്കറ്റ് എക്സാക്ട് ഒരു ഏരിയ ലാസ്റ്റ് ഡേയിൽ നോക്കുകയാണെങ്കിൽ സെല്ലിംഗ് ചെയ്യുന്നു, അതേ ഏരിയ പിന്നെ സെല്ലിംഗ് ചെയ്യുന്നു. ഇതിനെ ഹൈ ഒന്നും ബ്രേക്ക് ചെയ്യുന്നില്ല, അതിന് താഴെ തന്നെ നിൽക്കുകയാണ് മാർക്കറ്റ് വരുന്നു. ബട്ട് വോളിയം തീർത്തും കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, അവസാനം ഈ ഒരു ഏരിയയിൽ ഇന്നത്തെ ഈ ഡേ ലോയൊക്കെ മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തു, നല്ലൊരു വോളിയത്തോടുകൂടി ബ്രേക്ക് ചെയ്തു. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പ്രീമിയത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയില് പ്രീമിയം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, പ്രീമിയം ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. 48,500 ഈ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ഏരിയ നോക്കുക, ഇതൊരു നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. ഓക്കെ, ഈ ഒരു സപ്പോർട്ടിലേക്ക് വന്നു ഈ ഏരിയയിലെ. ഓക്കെ, ഈ ഏരിയയിൽ എന്ത് ചെയ്യുന്നത്, ലിക്വിഡിറ്റിനെ ഹണ്ട് ചെയ്തു. ഓക്കെ, ഇപ്പം ഈ ഏരിയയിൽ ലിക്വിഡിറ്റി ഹണ്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ലോജിക്കലി നോക്കുകയാണെങ്കിൽ ഏരിയയിൽ ലിക്വിഡിറ്റി ഒന്ന് ഹണ്ട് ആയിട്ടുണ്ട്. ഇത് പോസിബിലിറ്റി ഒന്ന് മുകളിലൂടെ പുഷ് ചെയ്യാനുള്ള ഇവിടെ ബയേഴ്സ് ആക്റ്റീവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, മാർക്കറ്റ് ഒരു റേഞ്ചിനകത്താണ്, ആ റേഞ്ചിന്റെ ഡയറക്റ്റ് ബ്രേക്ക് ആണ്. ഓക്കെ, ആ ഡയറക്റ്റ് ബ്രേക്ക് ഔട്ട് ആണ്. അപ്പൊ ഇത് ഞാൻ എന്റെ മാസ്റ്റർ ക്ലാസ്സിൽ എന്റെ മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ മാസ്റ്റർ ക്ലാസ്സിൽ ഈ വീഡിയോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ഒരു അരമണിക്കൂർ വീഡിയോ ഉണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, എന്റെ റീസൺ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ നല്ല എൻട്രി എടുക്കാം, മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, നോക്കാം. ലാസ്റ്റ് ഡേയിൽ നോക്കിയാൽ മനസ്സിലാക്കാം നമുക്ക്. ഈ ഏരിയ നോക്കുക, കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ റേഞ്ചിനകത്ത് ആ റേഞ്ചിന്റെ ബ്രേക്ക് ഡൗൺ തന്നു താഴത്തോട്ട് മുകളിലോട്ട് പോയി വീക്ക് ആയിട്ടുള്ള ബയേഴ്സിനെ റിമൂവ് ചെയ്തു. ഓക്കെ, റിമൂവ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് സ്ലോ സ്റ്റഡി മുകളിലോട്ട് പോയി. ഇനി നമ്മൾ വിറ്റിയുടെ തൊട്ടടുത്ത റേഞ്ചിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുകളിലോട്ട് പോയി. സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും, അവർക്ക് പെട്ടെന്ന് തന്നെ ബയേഴ്സിനെ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെല്ലിംഗ് ഇങ്ങനെ കണ്ടിന്യൂവേഷൻ താഴത്തോട്ടുണ്ടായേനെ. ഒന്നുമില്ല, ഈ ഏരിയയിൽ ഒന്ന് പോയി പിന്നെയും വന്ന് ഈ ഏരിയയിൽ നിന്ന് സെല്ലിംഗ് കണ്ടിന്യൂ ഉണ്ടായേനെ. ബട്ട് ഇന്ന് എന്താണ് ചെയ്തത്? ഓക്കെ, നമ്മുടെ ഫേവർ 89 പോയിന്റ്സിന്റെ ഒരു പ്രീമിയം മൂവ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് റീടെസ്റ്റ് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ പൊസിഷനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്തേക്കാം. ഓക്കെ, നിയർലി നമ്മൾ 40 പോയിന്റ്സ് ആയി. 40 പോയിന്റ്സ് ഇനഫ്. നമുക്ക് പൊസിഷൻ ഫസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാം. 786 ട്രിഗർ ചെയ്യാം, 785 ഔട്ട് ചെയ്യാം. ഓക്കെ, 60 ക്വാണ്ടിറ്റി നമ്മുടെ പൊസിഷനെ 40 പോയിന്റ് എത്തി. നമുക്ക് ഇങ്ങനത്തെ സാധ്യത, ബിക്കോസ് ഇത് റീടെസ്റ്റിന് വരാം, ഈ ഒരു ഏരിയയിൽ റീടെസ്റ്റിന് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ റീടെസ്റ്റിൽ മേ ബി ഒന്ന് പുഷ് ചെയ്യാം, നല്ല രീതിയിൽ തന്നെ പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. ക്വിക്കായിട്ട് മൂവ് ആകണം. ഓക്കെ, ക്വിക്കായിട്ടൊരു മൂവ് വന്നില്ല എന്നുണ്ടെങ്കിൽ, ഇതേപോലെ തിരിച്ചു വരികയാണെങ്കിൽ മാർക്കറ്റ് ഈ ഏരിയ തന്നെ ടൈം പാസ് കുറേ നേരം, അതായത് 3-4 മണിക്കൂറോ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഈ ഏരിയ തന്നെ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇല്ല, ഇതിന് മൊമെന്റം പിടിച്ച് കണ്ടിന്യൂ മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഏരിയ നിന്ന് റീടെസ്റ്റ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് തന്നെ ഇങ്ങനെ മുകളിലോട്ട് മൂവ് ഉണ്ടാവും. ഓക്കെ, നല്ല രീതിയിൽ മൂവ് ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പൊസിഷനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. പൊസിഷനെ തീർത്തും നമുക്ക് റിസ്ക് ഇല്ല. ഓക്കെ, നമുക്കിനി എന്താണ് റിസ്ക് ഇല്ല, ഇനി വരുന്നതെല്ലാം നമ്മുടെ ഫേവറിൽ. ഓക്കെ, തിരിച്ചു വന്ന് റീടെസ്റ്റ് ചെയ്ത് തിരിച്ചു വന്ന് നമ്മുടെ കോസ്റ്റ് എക്സിറ്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, കോസ്റ്റ് ആണ്, നമ്മളൊന്നും ചെയ്യുന്നില്ല. ബ്രോക്കറേജ് വാങ്ങാനുള്ള പൈസ 100 രൂപ 120 രൂപ ഞാൻ എടുക്കുന്നുണ്ട്. അതിനപ്പുറത്തോടെ എനിക്ക് വേണ്ടതാണ്. ഇന്ന് തിരിച്ചു വരട്ടെ, പിന്നെ നോക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഡെയിലി ട്രേഡ് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ റേഞ്ചിന്റെ ബ്രേക്ക്ഔട്ടിന് വേണ്ടി കാത്തിരിക്കുക, ഇതേപോലെയുള്ള എൻട്രികൾ കാത്തിരിക്കുക. അപ്പൊ കൺഫർമേഷനായിട്ട് ഇവിടെ ഞാൻ 1-2 കാര്യങ്ങൾ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണോ കാര്യങ്ങളെന്ന് നിങ്ങൾ മാസ്റ്റർ ക്ലാസ് അല്ലെങ്കിൽ എന്റെ മെമ്പർഷിപ്പ് പ്രോഗ്രാം നിങ്ങൾ കാണുക.
വളരെ ഉപകാരപ്പെടുന്ന നിങ്ങൾ 10,000 കൊടുത്ത് അല്ലെങ്കിൽ 20,000 കൊടുത്ത് വാങ്ങുന്ന കോഴ്സിനേക്കാളും വളരെ ഉപകാരപ്പെടുന്ന നിങ്ങൾക്ക് മെമ്പർഷിപ്പ് പ്രോഗ്രാം നോക്കട്ടെ. നോക്കാം ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന്. ഓക്കെ, നമ്മുടെ ഫേവറിൽ ഏകദേശം 250 പോയിന്റിന് മേലെ മാർക്കറ്റ് മൂവ് തന്നു. 7,000. ഓക്കെ, 903. ഓക്കെ, ഇതാണ് ഇപ്പൊ ആവറേജ് നിൽക്കുന്നത്. നമ്മൾ നമ്മുടെ 110 പോയിന്റിന്റെ പ്രീമിയം ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോർഷനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന പോർഷനെ ഏകദേശം 700 ആയി. അപ്പൊ നമ്മൾ 3,500 നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 3,500 പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമ്മുടെ ഓർഡറിൽ കിടക്കുന്ന ഓപ്പൺ ഓർഡേഴ്സിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അതിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മോഡിഫൈ കൊടുക്കാം. അപ്പോൾ ഇപ്പൊ നിൽക്കുന്നത് 900 അല്ലേ, 845. ഓക്കെ, 846. ഓക്കെ, 845, 846 ആ റേഞ്ചിൽ ഞാൻ ഇപ്പോൾ അതിനെ ആഡ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് എത്രത്തോളം മൂവ് ആകുന്നു? ഓക്കെ, 855 ഇട്ടേ, ബിക്കോസ് 855, 856, സോറി. ഓക്കെ, പോസിറ്റീവ് നമ്മൾ മാനേജും ചെയ്തു. ഓക്കെ, പിന്നെ എന്തൊക്കെയായാലും നമ്മൾ വെറും കൈയോടുകൂടി ഇന്ന് വീട്ടിൽ പോകില്ല. ഓക്കെ, മാർക്കറ്റിന് എന്തെങ്കിലും കൊണ്ടേ പോകുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 3,500 ആണെങ്കിലും കൊണ്ടുപോകുള്ളൂ. 3,500 ആണ്, എത്രയാണെന്ന് നമുക്ക് നോക്കാം. കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്ത് 784 നമ്മൾ വാങ്ങിയത്. 784 ഇപ്പൊ നിൽക്കുന്നത് 909 125 പോയിന്റിന്. ഓക്കെ, അപ്പൊ നമ്മൾ 60 പോയിന്റ് എങ്കിലും ടാർഗറ്റ് എടുക്കണം. അപ്പൊ 784 പ്ലസ് 60 844. ഓക്കെ, നമ്മൾ 50 അതിന് ഉപരിയാണ്, അതിൽ കൂടുതലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നോക്കുക, ഇപ്പൊ ഇനി ഇവിടുന്ന് സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് എത്തി. ഓക്കെ, ഇതുവരെ സ്ലോ ആൻഡ് സ്റ്റഡിയാണ് മാർക്കറ്റ് മൂവ് ആയത്. അതായത് ഈ ഒരു ഏരിയയിൽ വരെ സ്ലോ ആയിട്ടാണ് മൂവ് ആയത്. ഇനി ഒരു സ്പൈക്സ് തരാൻ സാധ്യതയുണ്ട്. അതായത് വലിയ ഒന്നോ രണ്ടോ ക്യാൻഡിൽ, ഓക്കെ, ഒന്നോ രണ്ടോ ക്യാൻഡിൽ മാർക്കറ്റ് ഇതേപോലെ ഈ ഏരിയയിൽ എത്താനുള്ള വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, വളരെയധികം സാധ്യതയുണ്ട്. നമ്മുടെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒബ്വിയസ്ലി എനിക്ക് എൻ്റെ 120 പോയിന്റിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് ഞാൻ നോർമൽ കൊടുക്കുക, കണ്ടീഷൻ അനുസരിച്ചായിരിക്കും. അപ്പൊ അറ്റ്ലീസ്റ്റ് 240 നേരെ മൾട്ടിപ്പിൾ 3 മാക്സിമം ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ കിട്ടുന്ന ദിവസങ്ങളിൽ മൾട്ടിപ്പിൾ 3, അതായത് 360 പോയിന്റിന്റെ പ്രീമിയം എങ്കിലും എനിക്ക് ക്യാച്ച് ചെയ്യണം. 360 പറ്റിയില്ലെങ്കിൽ ഒരു 300എങ്കിലും ഞാൻ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കും മാക്സിമം. ഓക്കെ, ഏറ്റവും കുറഞ്ഞത് 300 കിട്ടണം. എങ്കിലും നമുക്ക് ഈ ട്രേഡിങ്ങിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. ഈ ട്രേഡിങ് എന്ന ഈ മേഖലയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നഷ്ടപ്പെടുത്തുന്നോ അതിന് 3 ഇരട്ടിയെങ്കിലും കിട്ടുമ്പോൾ വാങ്ങണം. ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പൊസിഷൻ നോക്കിയാൽ നെയില് 7K. ഓക്കെ, ആ റേഞ്ച് തന്നെയാണ്. 60 ക്വാണ്ടിറ്റിയാണ് വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, 15% റിട്ടേൺ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു എമോഷൻ എന്നുള്ളൊരു സാധനമുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് കൂടുതൽ നമ്മൾ തെറ്റുകൾ ചെയ്യുന്നത്. അപ്പൊ ഒരു പുതിയ ഒരു ട്രേഡറാണ് ചെയ്യുന്ന തെറ്റ് ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന് ഈ ഏരിയയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യാം? 7,000 ആയില്ലേ? ഓക്കെ, ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ 7,000 ആയില്ലേ? ഇനി 7,000 8,000 ആയോ? മാർക്കറ്റ് കുറയുന്നു, എന്ത് ചെയ്യും? ഞാനിവിടെ എക്സിറ്റ് ചെയ്തേക്കാം. പേടിയാണ് അയാളുടെ മനസ്സിൽ എന്താണ്? ഭയം. ഓക്കെ, ആ ഭയമാണ് പിന്നെ ആ ട്രേഡറെ കൺട്രോൾ ചെയ്യുന്നത്. ഇത്രയായി, ഞാൻ 60 ക്വാണ്ടിറ്റി ഇട്ടു, എനിക്ക് 100 പോയിന്റ് 120 പോയിന്റിന് മേലെ കിട്ടി. ഇത് ഒന്ന് റീട്രേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് 5,000 ആവും, 4,000 ആവും. അപ്പോൾ അവിടെ പാനിക് ആവും. ഇവിടെ ഞാൻ അവിടെ 7,000 എനിക്ക് അതിനെ എക്സിറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഞാനത് ചെയ്തില്ല, എന്റെ തെറ്റ്. മാർക്കറ്റാണ്. നിങ്ങൾ അവിടെ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് റീട്രേസ് ചെയ്ത് പിന്നെയും 10,000, 11,000, 15, 20, 30 ഇങ്ങനെ പല ഉയരങ്ങളിലോട്ട് മാർക്കറ്റ് പോകും. ആ സമയത്ത് ഇതോർക്ക് ഞാൻ അവിടെ ചെയ്യേണ്ടായിരുന്നു, ഞാൻ കാണിച്ച മണ്ടത്തരം. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ടാർഗറ്റ് എൻട്രി എടുത്തു ഓപ്ഷൻ ബൈയിൽ എൻട്രി എടുക്കാനത്ത് ഞാൻ പറഞ്ഞു തരുന്നൊരു എന്റെ മെയിൻ സെറ്റപ്പാണ്. ഞാൻ എവിടെ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നു ഞാൻ അവിടെ എൻട്രി എടുക്കത്തില്ല. ഞാൻ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ആഗ്രഹിക്കുന്നു ആ ഏരിയയിലാണ് ഞാൻ എൻട്രി എടുക്കുന്നത്. അപ്പോൾ നിങ്ങളും എവിടെ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങളുടെ ഏരിയ ഉണ്ടാവും, ആ ഏരിയയിൽ എൻട്രി എടുക്കാൻ നിങ്ങൾ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്നു, അതായത് നിങ്ങൾ ഒരു എൻട്രി എടുക്കുകയാണ്. അതിന്റെ നോർമൽ ഓപ്ഷൻ ബെയറുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 60, 70 പോയിന്റ്, 60, 70 പോയിന്റ് ഒക്കെ മാക്സിമം ഓപ്ഷൻ ബെയറിന്റെ
പ്രീമിയം കൊടുക്കുന്നത്. അപ്പൊ 60-70 അറ്റ്ലീസ്റ്റ് ഒരു 50-60 പോയിന്റ് താഴ്ത്തി സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഏരിയയിൽ എൻട്രി ഇട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ഓക്കെ, എന്റെ പൊസിഷൻ ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. അതായത് എന്റെ ട്രെയിലിംഗ് എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ട്. പൊസിഷൻ 600 ഔട്ടായി. ഇത് 940-45 വരെ 950 എടുത്ത 950 വരെയും പോയിരുന്നു. ഞാൻ എന്റെ പൊസിഷൻ ഒന്നുകൂടി അഗ്രസീവായിട്ട് ചെയ്തു. എനിക്ക് 100 പോയിന്റിന് പ്രീമിയം, അതായത് ഞാൻ അടുത്ത ഒരു ട്രേഡ് കൂടി പിടിച്ചു നിൽക്കാൻ പറ്റുന്ന, ഓക്കെ, ഞാൻ തന്നെ ടാർഗറ്റ് ഹിറ്റ് എന്നല്ല പറയാ, എനിക്ക് ഒരു ട്രേഡ് കൂടി ചെയ്യാനുള്ള സ്റ്റോപ്പ് ലോസ് ഞാൻ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ 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 ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ ഞാൻ ചെയ്തത് ഫോക്കസോട് കൂടി കാത്തിരുന്നു, വെയിറ്റ് ചെയ്തു, ആ റേഞ്ചിന് ബ്രേക്ക്ഔട്ടിന് വേണ്ടി കാത്തിരുന്നു. ആ റേഞ്ച് ബ്രേക്ക്ഔട്ട് ചെയ്തപ്പോൾ ട്രാഫിക് നോക്കി, വോളിയം നോക്കി. ഓക്കെ, ഇതൊക്കെ എങ്ങനെ എനിക്ക് മനസ്സിലാക്കി? ഇതെന്റെ എക്സ്പീരിയൻസ്. ബാങ്ക് നിഫ്റ്റി ഓപ്ഷനിൽ മാത്രം കഴിഞ്ഞ 3-4 വർഷമായിട്ട് ട്രേഡ് ചെയ്തത് കൊണ്ട് ഒരു ഇൻസ്ട്രുമെന്റിൽ മാത്രം ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് തന്നെ ഇതേപോലെ തന്നെ മനസ്സിലാക്കിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഓക്കെ, യൂട്യൂബിൽ പോവുക, ട്രാപ്പ് ട്രേഡർ മല്ലു. ഓക്കെ, ട്രാപ്പ് ട്രേഡർ മല്ലു എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ട്രാപ്പ് ട്രേഡർ മല്ലു എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതാണ് എന്റെ ചാനൽ. ട്രാപ്പ് ട്രേഡർ മല്ലു എന്ന് ചാനലിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബർ ബട്ടൺ തൊട്ട് പറ്റിയ തന്നെ ജോയിൻ ബട്ടൺ ഉണ്ട്. ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ, ഓക്കെ, 3 മെമ്പർഷിപ്പ് പ്രോഗ്രാം ഉള്ളത്. 3 മെമ്പർഷിപ്പ് പ്രോഗ്രാം. ഫസ്റ്റ് ബേസിക് ടു അഡ്വാൻസ് ട്രാപ്പ് 159, അഡ്വാൻസ് ടു വോളിയം ട്രാപ്പ്, മാസ്റ്റർ ക്ലാസ് ട്രാപ്പ് ട്രേഡിംഗ്. ഓക്കെ, ഇത് മന്ത്ലി ബേസ്ഡ് മെമ്പർഷിപ്പ് പ്രോഗ്രാമാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ്, UPI ID, ഡെബിറ്റ് കാർഡ് ഇതുവഴി നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റുന്ന നിരവധി ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് മൊബൈൽ വേർഷനിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബ്രൗസർ വഴി, അതായത് ക്രോം വഴിയൊക്കെ ഇന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഇത് ചാനൽ സെർച്ച് ചെയ്യാൻ നോക്കുക. അപ്പൊ ജോയിൻ ബട്ടൺ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രൗസർ ചേഞ്ച് ചെയ്യുക. ബ്രൗസർ ചേഞ്ച് ചെയ്ത് നോക്കുക. ഇന്ത്യയിലല്ലാതെ വിദേശത്ത് രാജ്യത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇതേപോലെ ജോയിൻ ബട്ടൺ കാണാൻ, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇന്ത്യൻ കറൻസി അല്ല നിങ്ങൾക്ക് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ VPN ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് ഏരിയയിൽ വന്ന് ഇത് മൂവാകാനുള്ള ചാൻസ് ഉണ്ട്, മുകളിലോട്ട് മൂവാകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇനി ഇവിടുന്ന് ഒരു എൻട്രി എടുക്കുന്നില്ല. ഇറ്റ്സ് ഇനഫ് ഫോർ ടുഡേ. അപ്പോൾ കാത്തിരിക്കുക. ടാർഗറ്റ് ഞാൻ പറഞ്ഞു, ഈ ഏരിയയിലൊക്കെ ഇതൊക്കെ കവർ ചെയ്ത് ഈ ഒരു സ്റ്റോപ്പ് ലോസിനെയൊക്കെ ഹണ്ട് ചെയ്യാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. അപ്പൊ സമയം 3 മണി 3:07 അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കിയാണ്. ഒരു എൻട്രി ഞാൻ നിൽക്കുന്നില്ല. ഈ മാർക്കറ്റ് വരുന്ന ദിവസങ്ങളിൽ നിന്ന് മുകളിലോട്ട് തന്നെ മൂവാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഓക്കെ, ലിക്വിഡിറ്റി 2 ലിക്വിഡിറ്റി ഏരിയ ഇവിടെ എനിക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. നാളെ അല്ലെ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ കണ്ണടച്ച് കുറച്ച് ആളുകൾ ട്രേഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ലിക്വിഡിറ്റി ഏരിയ ഏതാണ്? ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. അപ്പൊ സോ ഈ ഒരു ലിക്വിഡിറ്റിനെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡിറ്റി, അപ്പൊ റേഞ്ച് നമുക്കൊരു ക്ലിയർ റേഞ്ച് കിട്ടുന്നുണ്ട്. എവിടെയാണ്? ഈ ഒരു റേഞ്ച്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, മാർക്കറ്റിന്റെ അടുത്ത റേഞ്ച് ഏതാണ് നമുക്ക് കിട്ടിയത്? ഈ ഒരു റേഞ്ച്. ഈ ഒരു റേഞ്ചിനകത്ത് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ തരുന്നു. ആ ഏരിയയിൽ ട്രാപ്പിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ബ്രേക്ക് ഡൗൺ തരുന്നതിന് മുന്നേ മാർക്കറ്റ് എന്താണ് കാണിച്ചിട്ടുള്ളതെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എനിവേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഏവർക്കും നന്ദി, നമസ്കാരം.